ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഹൈ ഇൻസുലിൻ, പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ. ഈ 3 കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഈ ക്യാൻസറിനെ ഡെവലപ്പ് ചെയ്യാനും ഗ്രോ ചെയ്യാനും സ്പീഡിൽ ഗ്രോ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണെന്നാണ്. അപ്പോൾ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന 3 കാര്യങ്ങൾ, ഇൻഫ്ലമേഷനും ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈ ഇൻസുലിൻ, ഈ 3 കാര്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഡയബറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഗ്ലൂക്കോസ് കൂടുന്നതിനാണല്ലോ നമ്മൾ ഡയബറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസിൽ മിക്കവരിലും ഇൻസുലിൻ ലെവൽ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന മരുന്നുകൾ പലതും ഇൻസുലിൻ ലെവൽ കൂട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ തന്നെയാണ് എടുക്കുന്നത്. ഇൻസുലിൻ ഈസ് എ ക്യാൻസർ പ്രൊമോട്ടിങ് സാധനമാണ്. മെഡിസിനായിട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു മെഡിസിൻ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഹോർമോൺ ആണല്ലോ. ഇപ്പം നമ്മളുടെ ക്യാൻസർ സെല്ലുകളുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. അപ്പം അത് നമ്മൾ പല ക്യാൻസർ പേഷ്യൻറ്റും ഡെയിലി ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എങ്ങനെ അത് നമ്മളെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് ഒപ്റ്റിമൈൽ ആവും? പറ്റില്ല. അപ്പം നമ്മളുടെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ ഈ ഡയബറ്റീസിൻ്റെ മരുന്നുകൾ നമ്മൾ ആ കറക്റ്റ് ഫോർമാറ്റഡ് അല്ലെങ്കിൽ ഒപ്റ്റിമൽ ന്യൂട്രീഷനിലേക്ക് പോവുകയും ജെന്റിലായിട്ടുള്ള ഒരു മൈൽഡ് എക്സസൈസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസിൻ്റെ മെഡിസിനും ഇൻസുലിനും ഒക്കെ എടുക്കുന്നവർക്ക് ഫസ്റ്റ് ഡേ തന്നെ അത് നിർത്താൻ പറ്റുമെന്നുള്ളതാണ്. നമുക്ക് വിതിൻ ഒരാഴ്ച നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ ഇങ്ങനത്തെ പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഒരു 24 hour to 48 hours തന്നെ ഷുഗർ നോർമൽ ആകും മരുന്നില്ലാതെ. ഞാൻ പറഞ്ഞ ടൈപ്പ് 2 ഡയബറ്റീസിനാണ്, ടൈപ്പ് 1 ഡയബറ്റീസ് അല്ല. ടൈപ്പ് 1 ഡയബറ്റീസിൽ അവിടെ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ട്, അവർക്ക് ഇൻസുലിൻ എടുത്തേ പറ്റുള്ളൂ. പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റിന് ശരിക്കും ഇൻസുലിനോ മരുന്നുകളുടെയോ ഒരു പരിധി വരെ, പ്രത്യേകിച്ച് ഇൻസുലിൻ ലെവൽ കൂട്ടുന്ന മരുന്നുകളോ ഒരു കാരണവശാലും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, പ്രൊവൈഡ് കറക്റ്റ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ. അപ്പം ഞാൻ കണ്ട ഏറ്റവും വലിയ ബെനിഫിറ്റും അതാണ്. ഷുഗർ കൺട്രോളും വിതിൻ ഒരാഴ്ച വരുമ്പോഴേക്കും നോക്കുമ്പോഴേക്കും തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോയിട്ടുണ്ടാവും. ഇൻസുലിൻ ലെവൽ നമ്മൾ നോക്കി ഷുഗർ ലെവലും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻസുലിൻ റെസിസ്റ്റൻസ് എത്രയാണ്. ചിലരുടെ ഇൻസുലിൻ ലെവലൊക്കെ നമ്മൾ ആദ്യം നോക്കുമ്പോൾ വെരി ഹൈ ആയിരിക്കും, പക്ഷെ ഒരാഴ്ച വരുമ്പോൾ നോക്കുമ്പോഴേക്കും 50ഉം 100ഉം ഒക്കെ നിന്നിരുന്ന ഇൻസുലിൻ ലെവൽ 5-6ലേക്ക് വരും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.